നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവ മാസം 9-ാം തീയതി, ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 2-ാം തീയതി, ഏകാദശി തിഥിയും ഉത്രട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം പകൽ 5:45 സൂര്യോദയവും, അതായത് പുലർച്ചെ 5:45 AM സൂര്യോദയവും 6:25 PM സൂര്യ അസ്തമനവും, രാഹുകാലം 10:30 AM മുതൽ 12:05 PM വരെയും, ഗുളികകാലം 7:20 AM മുതൽ 8:55 AM വരെയും, യമകണ്ഠകാലം 3:15 PM മുതൽ 4:50 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമമാകട്ടെ ചിങ്ങക്കൂറുകാർക്ക് വെള്ളിയാഴ്ചയായതുകൊണ്ട് എല്ലാവരും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപൂർണമായിരിക്കും. വൈഭവലക്ഷ്മി പൂജ ചെയ്യുക, സർവൈശ്വര്യ പൂജ ചെയ്യുക, വീട്ടിൽ നെയ്വിളക്ക് തിളപ്പിച്ച് പ്രാർത്ഥിക്കുക, കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക, അമ്മയുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏത് വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരും, അവർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ പൈസ കിട്ടാത്തത് കൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്തവർ, ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർ, സ്ഥലം വാങ്ങാനും സ്ഥലം കൊടുക്കാനൊക്കെ വിചാരിച്ചിട്ട് സാധിക്കാത്തവർ, സമ്പന്നരാണ് എന്നാൽ ദരിദ്രരെ പോലെ ജീവിക്കുന്നവരുണ്ട്. കാരണം മുതലുണ്ട്, പക്ഷെ അത് ക്രയവിക്രയം നടക്കാത്തത് കൊണ്ട് പൈസ കയ്യിൽ വന്നു ചേരാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വരാഹി അമ്മയെയും ശ്രീ ലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസം അമ്മയെ പ്രാർത്ഥിച്ചാൽ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ തീർച്ചയായും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. വളരെ ലളിതമാണ്. ലളിതാ പരമേശ്വരി, ലളിതാംബിക വിചാരിച്ച എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് പരിഹരിക്കുവാൻ സാധിക്കും. അപ്പം അമ്മയെ പ്രീതിപ്പെടുത്തുന്നതിന് മുടങ്ങാതെ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചകളിലും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവരുണ്ട്. അത് മുടങ്ങാതെ തന്നെ തുടരുക. അത് പ്രത്യേകിച്ചും രാവിലെ ചെയ്താൽ അത് വളരെ ഫലമായിരിക്കും. കുളിച്ച് ശുദ്ധമായിരുന്നുകൊണ്ട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം, നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മീ നമസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മീ നമസ്തുതേ. മഹാലക്ഷ്മ്യാഷ്ടകസ്തോത്രേ പടേ ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നേതി സർവദാ. ആയുർദേഹി ധനം ദേഹി
വിദ്യാദേഹി മഹേശ്വരി സമസ്തമഖിലാണ്ടേശ്വരി ദേഹി മേ പരമേശ്വരി. അജ്ഞാനാദ് വിസ്മൃതേ ഭ്രാന്ത്യാ അന്യോന്യമധികം ക്ഷമം തത്സർവം ക്ഷമ്യതേ ദേവി പ്രസീദ പരമേശ്വരി. ഏകകാലം പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലേയ പഠേ നിത്യം ധനധാന്യസമന്വിതം ത്രികാലേയ പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മിർ ഭവേ നിത്യം പ്രസന്നവരദാ ശുഭ. ഓം മഹാലക്ഷ്മിച്ച വിദ്മഹേ സർവശക്തിച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഓം ശ്രീം നമഃ. ഓം ശ്രീം നമ. ഇങ്ങനെ അമ്മയുടെ മൂലമന്ത്രമായ ഓം ശ്രീ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത്, മഹാലക്ഷ്മി വിദ്മഹേ എന്നുള്ള മഹാലക്ഷ്മി ഗായത്രി ജപിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത ലളിതാ അഷ്ടോത്തരം ജപിക്കുന്ന, രാവിലെ കുളിച്ച് അടുക്കളയിൽ കയറി കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുഴുവൻ മനസ്സിൽ ഇങ്ങനെ ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി എന്ന് അമ്മയുടെ നാമം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകും. ഒരു ദിവസം 1008 പ്രാവശ്യം ജയ് മഹാലക്ഷ്മി ജപിക്കാൻ കഴിഞ്ഞാൽ, അമ്മയുടെ കീർത്തനങ്ങൾ ആലപിക്കാൻ കഴിഞ്ഞാൽ, കനകധാര സ്തോത്രമൊക്കെ പാരായണം ചെയ്താൽ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. സാമ്പത്തികമായിട്ട് സമ്പത്തെന്ന് പറയുന്നത് ധനം മാത്രമല്ല, എല്ലാ ഐശ്വര്യവും വന്നു ചേരണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതുകൊണ്ട് തീർച്ചയായും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കൂ. വെള്ളിയാഴ്ച ദിവസം അതിന് ഏറ്റവും ഉത്തമ ദിവസമാണ്. അപ്പൊ തീർച്ചയായിട്ടും ശുക്രന്റെ കാരകത്വമുള്ളതാണ് മഹാലക്ഷ്മിക്ക്. അപ്പൊ ശുക്രൻ ഇപ്പോൾ ഉച്ചസ്ഥയായി നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ വ്യാഴക്ഷേത്രത്തിൽ ശുക്രൻ മീനൻ രാശിയിൽ ഇങ്ങനെ വിരാജിച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി എല്ലാവരും ശ്രമിക്കൂ. തീർച്ചയായും വിജയമുണ്ടാകും. 23/5/2025 ഇന്നത്തെ ഗ്രഹനില പറയുമ്പോൾ സൂര്യൻ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. സൂര്യൻ ഇടവത്തിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഉദയവും ഇടവത്തിൽ തന്നെയാണ്. ചന്ദ്രൻ നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. ചൊവ്വ നിൽക്കുന്നത് കർക്കിടകത്തിൽ, ബുധൻ മേടത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രനും മന്ദനും നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. കേതു ചിങ്ങത്തിലാണ്. സർപ്പി നിൽക്കുന്നത് കുംഭം രാശിയിൽ. ഗുളികോദയം വന്നിരിക്കുന്നത് മിഥുനം രാശിയിൽ. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ആ ഗുണഫലങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച ഏറ്റവും ഐശ്വര്യപൂർണമായൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം. പ്രമുഖരുടെ ആപ്തവചനങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും ഉപകരിക്കും. വ്യാഴം 3-ൽ നിൽക്കുന്നു. രാശിനാഥൻ നീചമായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ കുറച്ച് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പ്രമുഖരുടെയൊക്കെ ആപ്തവചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അത് പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് വന്നു ചേരും. വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം ആവശ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം വളരെ നന്നായിരിക്കും. സുദീർഘമായ ചർച്ചകളാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങി അതിന് വിജയത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കും. പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു അറിവ് നേടുന്നതിന് വേണ്ടി പുതിയ പരിശീലനത്തിനായി ശ്രമിക്കും. കാരണം ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് കളം മാറി ചവിട്ടുവാൻ തീരുമാനിക്കും. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ, വാഗ്ദാനങ്ങൾ തുടങ്ങിയവയെല്ലാം പാലിക്കുന്നതിന് വേണ്ടി നന്നായി ശ്രമിക്കുന്നതോടൊപ്പം അതിന് ആവശ്യമായ
മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ഭൗതിക ജീവിതത്തിൽ അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിനായി മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്ത് അമ്മയ്ക്ക് നെയ്വിളക്കൊക്കെ തെളിച്ച് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കുറേശ്ശെ ഭംഗിയായി വരും. രാത്രി സമയത്ത് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെയും കൂടി അനുഗ്രഹത്തോടുകൂടി കാര്യങ്ങൾ കുറച്ച് നിയന്ത്രണത്തിലാവും. അതുപോലെ തന്നെ ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഉള്ളതെല്ലാം വാരി വലിച്ച് തരസിൽ വെച്ചിട്ട് ടെൻഷൻ എടുക്കാതെ പറ്റാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു അമിത ഭാരമെല്ലാം ഒഴിഞ്ഞു കിട്ടും. അപര്യാപ്തതകളൊക്കെ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിന് ജീവിത പങ്കാളിയുടെ സഹായം കൂടി കിട്ടുമ്പോൾ ജീവിതം വിജയം തന്നെയായി തീരും. അതുപോലെ തന്നെ ധൈര്യക്കുറവിനാൽ പലപ്പോഴും ആവശ്യമുള്ള വസ്തുതകൾ കുടുംബത്തോടുള്ളവരോട് സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ പറയേണ്ടിടത്ത് പറയാൻ പറ്റാതെ വരും. പക്ഷെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പറയേണ്ടത് പറയാൻ വേണ്ടിയിട്ട് അത് ആദ്യം അല്പം ബുദ്ധിമുട്ടുകൾ വരുത്തിയാലും പറയാൻ തന്നെ ശ്രമിക്കണം. അതിനുള്ള അവസരം കാത്തിരുന്ന് നല്ല സന്ദർഭം നോക്കി വിഷയം അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും. പണം മുടക്കിയുള്ള പ്രവൃത്തിയിൽ അല്പം സാവകാശം വേണം. കാരണം മുടക്കിയ ഉടനെ തന്നെ ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രം പണം ചെലവഴിക്കുകയും വലിയ ലാഭം പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ലാഭം കൊണ്ട് തന്നെ കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കണം. കുറച്ച് സമയം അനുകൂലമല്ലാത്തത് കൊണ്ട് പ്രാർത്ഥനാഫലം കൂട്ടുന്നതും അധ്വാനഭാരവും കൂട്ടുമ്പോൾ വിജയം ഉറപ്പാവും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ പൂർണ്ണമായും വിശ്വസിച്ച് അമ്മയെ പ്രാർത്ഥിക്കുക. ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക, കനകധാര സ്തോത്രം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഓം ശ്രീ നമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ജയ് മഹാലക്ഷ്മി, ജയ് മഹാലക്ഷ്മി, ജയ് മഹാലക്ഷ്മി. പിന്നെ എല്ലാ വിഷമതകളും മാറ്റി മനസ്സന്തോഷത്തോടെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കൂ. പരാതികൾ ഒഴിച്ചുകൊണ്ട് സംതൃപ്തിയുടെ ഭാവം നിലനിർത്തുമ്പോൾ എല്ലാം സന്തോഷപൂർണമായി തന്നെ തീരും. ഒരു ശുഭദിനം ആശംസിക്കുന്നു. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും അവസരം കണ്ടെത്തും. സുഹൃത്തിന്റെ ഉപദേശത്താലും ഈശ്വര പ്രാർത്ഥനകളാലും പലപ്പോഴും അനുഭവപ്പെടുന്ന വിരസത ഒഴിവാക്കും. ആ വിരസത അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കും. ഔദ്യോഗിക വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ സമർപ്പിക്കുന്നതിന് മുമ്പ് വിജയപ്രതീക്ഷകൾക്കുള്ള വഴിയൊരുക്കും. മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ട സാഹചര്യം അനുഭവജ്ഞാനത്തിന് വഴിയൊരുക്കും. എല്ലാം ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുന്നതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പൂർവിക സ്വത്ത് ഏറെക്കുറെ തിരിച്ചു ലഭിക്കുവാനുള്ള ധാരണയുണ്ടാകും. നാഡീരോഗമോ പ്രമേഹ രോഗമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭരണ സംവിധാനത്തിലെ പുതിയ മാറ്റം ഗുണപ്രദമാകും. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുവാനായി ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാനും സാധിക്കും. പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് ഓരോ കാര്യവും ചെയ്യുന്നതിൻ്റെ ഫലമായി നല്ല അനുഭവ ഗുണം ഉണ്ടാകും. രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സയും ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്നത് മൂലം രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. അങ്ങനെ രോഗശമനവും വന്നു ചേരും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും
ഏറ്റവും ശുഭം തന്നെയാണ് അമ്മയുടെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും മഹാലക്ഷ്മി അഷ്ടകം പാരായണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓം ശ്രീ നമ എന്ന സദാസമയം അമ്മയുടെ മൂലമന്ത്രം ജപിക്കുന്നത്, കഴിയുന്നതും 108 പ്രാവശ്യമെങ്കിലും അമ്മയുടെ മൂലമന്ത്രം ജപിക്കുന്നത് ഒക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള പിങ്ക് നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വീട്ടിൽ നെയ്വിളക്ക് തെളിച്ചു വെച്ച് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ലളിതാ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് തന്നെ സാധിക്കും. അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലകളിലും ഔദ്യോഗികമായും പ്രവൃത്തി മണ്ഡലങ്ങളിലുമൊക്കെ കുറേ ക്ലേശങ്ങൾ സഹിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യങ്ങൾ കുറച്ച് ചിട്ടയായി ചെയ്യുവാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് വഴി സന്തോഷവും സമാധാനവും വന്നു ചേരും. ഉത്സാഹത്തോടു കൂടിയ പ്രവർത്തന ശൈലിയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യും. അതുവഴി ഉള്ള ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറ്റുന്നതിനായി അമ്മയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളുമായിട്ടുള്ള ആത്മബന്ധങ്ങൾ അല്പം നിയന്ത്രണ വിധേയമാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങൾ വഴി അല്പം നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പണം കടം ചോദിക്കുവാനൊക്കെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് വല്ല ജാമ്യത്തിനൊക്കെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടുകൾക്ക് ഇടയാകും. അതുകൊണ്ട് ആത്മബന്ധം ഒന്ന് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. അവനവന് പറ്റാത്ത കാര്യങ്ങൾ ചെന്ന് ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീടത് ഗുണമാകുമോ എന്ന് ചിന്തിച്ച് വേണം ചെയ്യുവാൻ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അവ്യക്തമായ പണമിടപാടിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഉണ്ടാകും. ഗർഭിണികൾക്കൊക്കെ പരിപൂർണ വിശ്രമം ആവശ്യമാണ്. ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം. സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുവാൻ പരസഹായം ലഭിക്കും. പ്രതീക്ഷിച്ചതിലുപരി പണച്ചിലവ് വരുന്ന ഒരു സമയമാണ്. പണം കരുതി വയ്ക്കുക. കാരണം ഓരോ ആവശ്യത്തിനും നിശ്ചയിച്ച തുകയേക്കാൾ ചിലവ് വരുമ്പോൾ അല്പം ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം നിയന്ത്രിച്ച് ചെലവഴിക്കുമ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കപ്പെടുവാൻ സാധിക്കും. മേലധികാരിയുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതായി വരും. ഈ മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കുന്നതിനായി സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. എന്ത് നന്മകൾ വരുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ, വേണ്ടപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ശുഭദിനം ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മി അമ്മയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകളെല്ലാം തിരുത്തി ശാന്തമായ ഗൃഹാന്തരീക്ഷം ഉണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ ശ്രമിക്കും. അതിൽ വിജയിക്കുകയും ചെയ്യും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നതിനാൽ മനഃശാന്തി പ്രതീക്ഷിക്കാം. ശാരീരിക പ്രയാസങ്ങൾ കുറയും. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നു ചേരും. പ്രവാസികളിൽ നിന്നുമൊക്കെ ശുഭവാർത്ത കേൾക്കുവാനുള്ള യോഗമുണ്ട്. വസ്തുവിൽപ്പനയെല്ലാം സാധ്യമായി തീരുന്ന ദിവസമാണ്. പൊതുവെ സന്തോഷം തരുന്ന ദിവസമാണ്. ആ സന്തോഷം നിലനിർത്തിക്കൊണ്ടുപോകാൻ ദുർഗാദേവിയെ, രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുമ്പോൾ
ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ വന്നു ചേരും. രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും. വലിയ പദ്ധതികളിൽ പണം മുടക്കുവാനായി അതിന് പറ്റിയ സഹായികളുടെ സഹായം ലഭിക്കുന്നതാണ്. കടബാധ്യതകൾ തീർക്കുവാൻ ശ്രമിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കും. നിർത്തിവച്ചിരുന്ന വീട് പണി പുനരാരംഭിക്കും. വ്യവസായം അല്പ ലാഭത്തിലാകും. വിനോദയാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ ഭംഗിയായി നടത്തും. ആരോഗ്യം അല്പം തൃപ്തിപ്പെടുന്നതാണ്. സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞ് പൊതുപ്രവർത്തകർക്ക് ശ്രദ്ധിക്കപ്പെടും. എടുത്തുചാട്ടവും സാഹസികതയും ഒക്കെ കുറച്ച് മറ്റുള്ളവരുടെയും കൂടെയൊക്കെ മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുകയും പൊതുജന നന്മയ്ക്കായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുമ്പോൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിലനിർന്നു കിട്ടും. പൊതുജനങ്ങളുടെ അംഗീകാരവും ലഭിക്കും. എല്ലാം കൊണ്ടും ശുഭ ദിനമായി തീരട്ടെ. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വീട്ടിൽ ഭദ്രദീപം തെളിച്ച് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. കടബാധ്യതകളൊക്കെ കുറേശ്ശെ തീർക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റെടുത്ത തൊഴിലുകൾ ഭംഗിയായി ചെയ്തു തീർക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അല്പം അനുകൂല സമയമാണ്. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുവാനുള്ള യോഗം കാണുന്നു. പല മേഖലകളിലും ഉയർന്ന സാഹചര്യങ്ങളിൽ ലേക്ക് ഉള്ളൊരു മുന്നേറ്റം കാണാം. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകും. പ്രതീക്ഷിക്കാത്ത നല്ല അവസരങ്ങൾ വന്നു ചേരും. തൊഴിലിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലും സന്തോഷം ലഭിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിന് മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും നന്നായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ തീരുമാനങ്ങളൊക്കെ ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ്. ആനുകൂല്യങ്ങളും അവസരങ്ങളും അതിനായി ലഭിക്കും. തൊഴിൽപരമായി പരീക്ഷണങ്ങളൊക്കെ വിജയസാധ്യതയിൽ എത്തുന്നതാണ്. വീട് വയ്ക്കുവാനുള്ള ശ്രമം കുറേശ്ശെ ഫലിച്ചു തുടങ്ങും. ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായി സഫലീകരിക്കുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയമൊക്കെ നേടും. നല്ല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന യോഗം കാണുന്നു. മഹാലക്ഷ്മി പൂജ, വൈഭവലക്ഷ്മി പൂജ, സർവൈശ്വര്യ പൂജയിലൊക്കെ പങ്കുചേരുവാനുള്ള അവസരം വന്നു ചേരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. വിവാഹ തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടുന്ന സമയമാണ്. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത് മാറിക്കിട്ടും. ഇഷ്ടകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് മനസ്സന്തോഷവും കാര്യപ്രാപ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും. അപേക്ഷകളും നിവേദനങ്ങളും ഒക്കെ പരിഗണിക്കപ്പെടും. മികച്ച ജീവിത അനുഭവങ്ങൾ വന്നു ചേരും. കാര്യസാധ്യത്തിനായി പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, പാരായണം ചെയ്യുന്നത്, കനകധാര സ്തവം പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്ത് നെയ്വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പഠന സാഹചര്യങ്ങൾ വന്നു ചേരും. പഴയ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒരു പുനഃസമാഗമം വന്നു ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും.
പുതിയ വ്യവസായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കാര്യങ്ങൾ ഉള്ളിൽ ഉറച്ചു നിന്ന് മുന്നേറുന്നതിനുള്ള ഒരു ആർജവം വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ അല്പം അല്ല മനസ്സിനെ വേദനിപ്പിക്കും. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ കൂടി വരുവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥന മുടങ്ങാതെ തുടരുക. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സാമ്പത്തിക ചിലവുകൾ കുറഞ്ഞു കിട്ടും. അതിനായി സാമ്പത്തികം വന്നു ചേരുകയും ചെയ്യും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതിന് പറ്റിയവർ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുകയും അവരുടെ സഹായങ്ങളോടുകൂടി കാര്യങ്ങൾ ഭംഗിയായി നടക്കും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് എല്ലാ കഷ്ടതകളും മാറിക്കിട്ടുന്നതിന് സഹായകമാകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. വിനോദയാത്രകളൊക്കെ സംഘടിപ്പിക്കും. സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനുമൊക്കെ പറ്റിയ സമയമാണ്. ജീവിത രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തും. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ പൊതുവെ കുറയുന്ന ദിവസമാണ്. താൽക്കാലിക ജോലിയിൽ ഉണ്ടായിരുന്നവർക്ക് അവരുടെ ജോലി സ്ഥിരപ്പെടുന്ന സമയമാണ്. കടബാധ്യതകളൊക്കെ അല്പസ്വല്പം കുറഞ്ഞ് കിട്ടുന്ന സമയവുമാണ്. എന്നാൽ കുടുംബത്തിൽ മുതിർന്നവർക്കാർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരും. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കളിൽ നിന്നും വിജയമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ പൊതുവെ അനുകൂലമായ ദിവസമാണ്. എവിടെയും വിജയിക്കുവാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതിന് നെയ്ദീപമൊക്കെ തെളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകളൊക്കെ അല്പം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സ്ഥലം മാറ്റങ്ങൾക്കൊക്കെ ശ്രമിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം തടയുന്നതായി സ്ഥലം മാറ്റം ലഭിക്കാതിരിക്കുകയും അല്പം കണക്കുകൂട്ടലിൽ പിഴയ്ക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും. കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അല്പം വർദ്ധിക്കും. കർമ്മമേഖല വിപുലീകരിക്കും. വീടിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുവാൻ ശ്രമിക്കും. ആളുകളെയൊക്കെ ഒന്ന് പെട്ടെന്ന് സ്വാധീനിച്ച് കാര്യസാധ്യതയ്ക്കായി ശ്രമിക്കുമെങ്കിലും ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കണമെന്നില്ല. ഔദ്യോഗിക രംഗത്ത് അധികാരങ്ങൾ ലഭിക്കും. അത് അധിക വേതനത്തിന് ഇടയാക്കും. പക്ഷേ കർമ്മ പദ്ധതി പൂർണ്ണമായി ചെയ്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് മാനസിക ബുദ്ധിമുട്ട് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ കരുതലോടുകൂടി ചെയ്യുക. ശത്രു പിന്നിൽ തന്നെയുണ്ട് എന്ന് കരുതി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. അല്പം സമയദോഷമുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുവാൻ ശ്രമിക്കണം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക. വരാഹി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ രാശിനാഥയായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, ആഞ്ജനേയ സ്വാമി ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ഭംഗിയായി കാര്യങ്ങൾ നടക്കുവാൻ നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. ശുഭഫലം പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ വർദ്ധിക്കും. ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തുവാനായിട്ട് കഴിയും. ബന്ധുജനങ്ങളിലൂടെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യം അല്പം മെച്ചപ്പെടുന്ന സമയമാണ്. ബന്ധുമിത്രാദികളുമായുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നല്ല ഐക്യത്തിൽ വന്നു ചേരും. ഗ്രഹനിർമ്മാണ പ്രവർത്തനത്തിന് പറ്റിയ സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കേസുകളും തർക്കങ്ങളുമൊക്കെ അനുകൂല വിധിയിലെത്തും. അശുഭചിന്തകളെല്ലാം മാറി ഉത്തരവാദിത്വങ്ങളിൽ കൃത്യതയൊക്കെ പുലർത്തും. കർമ്മരംഗത്ത് പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. പുതിയ പഠന സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിലരംഗത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും. മാനസിക സംഘർഷങ്ങൾ ഒഴിയുന്ന ഈ ദിവസം രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും കനകധാര സ്തോത്രമൊക്കെ ശ്രവിക്കുന്നതും ലളിതാഷ്ടോത്തരം ജപിക്കുന്നതുമെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തി തരുന്നതിന് സഹായകമാകും.
മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മെച്ചപ്പെടലുകൾ, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പ്രയാസങ്ങൾ അല്പം കുറഞ്ഞു കിട്ടുന്ന സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. തൊഴിൽ മാറ്റത്തിനുള്ള ശ്രമം വിജയിക്കും. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുന്നതിനുള്ളൊരു സന്ദർഭം വന്നു ചേരും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സന്തോഷ വാർത്ത അല്ലെങ്കിൽ ശുഭവാർത്ത കേൾക്കുവാൻ ഇടയാകും. താൽക്കാലിക ജോലികളൊക്കെ സ്ഥിരപ്പെടുന്നതായി കാണാം. കടബാധ്യതകൾ ഒരു പരിധി വരെ തീർക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. വലിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെട്ട ശുഭവാർത്തകളൊക്കെ കേൾക്കുവാൻ സാധിക്കും. കർമ്മരംഗത്തേക്കുള്ള പ്രവേശനം അനുകൂലമായി തീരുന്നതാണ്. പല മേഖലകളിലും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അത് വിജയത്തിൽ എത്തിക്കുവാനും പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാനുമൊക്കെ പറ്റിയ സമയമാണ്. എല്ലാ നന്മകളും സമയബന്ധിതമായി അനുഭവിച്ചു തീർക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം മഹാലക്ഷ്മി അമ്മയെ കൂടി പ്രാർത്ഥിച്ച് നെയ്ദീപമൊക്കെ തെളിച്ച് ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്ത് മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിക്കുമ്പോൾ അമ്മയുടെ മൂലമന്ത്രമായ ഓം ശ്രീ നമ, അതുപോലെ മഹാലക്ഷ്മി ഗായത്രിയൊക്കെ ചൊല്ലുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. 23/5/2025 കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഏകാദശി വ്രതം എടുക്കുന്നവര് പകൽ 5:11 5:11 PM ഹരിവാസരം ആരംഭിക്കുന്നത്. 24/5/2025 അതായത് ഇടവം 10-ാം തീയതി പുലർച്ചെ 3:42 ഹരിവാസരം അവസാനിക്കുന്നത്. ഇപ്പോൾ വ്രതമെടുക്കുന്നവർ ഈ ഹരിവാസര സമയം കണക്കാക്കേണ്ടതാണ്. 9-ാം തീയതി അതായത് ഇടവം 9-ാം തീയതി വെള്ളിയാഴ്ച 41 നാഴികയ്ക്ക് ഏകാദശി തിഥി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുകയാ. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനായി ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും. 27 നക്ഷത്രക്കാർക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ. ഈ വെള്ളിയാഴ്ച ഐശ്വര്യപൂർണമായി തീരട്ടെ. മഹാലക്ഷ്മിയുടെയും വരാഹിയമ്മയുടെയും ഒക്കെ അനുഗ്രഹത്താൽ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.